ഹലോ എവരിവൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഒരു 10 വേർഡ്സ് ലിസണിങ്ങിൻ്റെ മോസ്റ്റ് കോമൺലി എക്സാമിന് ചോദിക്കുന്ന 10 വേർഡ്സ് പഠിക്കാം. 2024 ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന അനദർ ഒരു 10 വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ OET-യിലുണ്ടാകുന്ന എപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര നാൾ ഞാൻ പഠിച്ചാൽ എനിക്ക് OET പാസ്സാകാനായിട്ട് പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, ആ ഒരു കപ്പാസിറ്റി എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഒരു എബിലിറ്റി അല്ല അടുത്ത കുട്ടിക്കുള്ളത്. അങ്ങനെ അതിനകത്ത് ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ റീഡിങ് കപ്പാസിറ്റി, നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് റീഡിങ് സ്കില്ലുള്ളവരാണോ, ലിസണിങ് സ്കില്ലുള്ളവരാണോ, നമ്മളത് കേട്ട് ശീലിച്ചതാണോ, വായിച്ച് ശീലിച്ചതാണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾക്ക് പെട്ടെന്നൊരു സ്കോർ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ OET പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, എത്ര നേരം നമ്മൾ ഒരു മൊഡ്യൂളിന് കൊടുക്കുന്നു, അതും വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാം, ഇന്ന് നമ്മൾ OET പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ട് ഡെയിലി ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം 6 മന്ത്സ് എങ്ങനെയായാലും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല, ജോലിക്ക് പോയി അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളൊരു 3 മന്ത്സ് പഠിച്ചാലാകും. ഇനി അതിൻ്റെ മണിക്കൂറുകളും കൂടെ കൂടി ഡിഫറൻസ് ഉണ്ട്. റെഗുലറായിട്ട് നമ്മളൊരു 4 hours നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് 3 to 6 മന്ത്സ് അതിനുള്ളിൽ നമ്മൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു 6 hours ഡെയിലി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് 1 to 3 മന്ത്സിനുള്ളിൽ നമ്മൾക്ക് സാധിക്കും. ചില കുട്ടികളുണ്ട് 20 days ഒക്കെ മാത്രം കോഴ്സ് എടുത്തിട്ട്, only 20 days എടുത്തിട്ട് ഒരു 10 days 15 days കൂടെ പഠിക്കാനായിട്ടുള്ള ടൈമും കൂടെ കൊടുത്ത് ഒരു മാസം കൊണ്ട് സ്കോർ ചെയ്ത ഒത്തിരി കുട്ടികൾ എനിക്കുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി പ്രാക്ടീസാണ്. അപ്പോൾ അവർ ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യും. എ പാട്ടും ബി പാട്ടും ഒക്കെ ഒത്തിരി എടുത്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസാണ് നമ്മൾക്ക് നല്ലൊരു സ്കോർ നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടെ 10 വേർഡ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വേർഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് റെഗുലർ എന്നുള്ള വാക്കാണ്. റെഗുലർ. അപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ്, അല്ലെങ്കിൽ ഒരു സിംറ്റം റെഗുലറായിട്ട് ഉണ്ട് എന്നുള്ളതായിരിക്കും അവർ ഇതിനകത്ത് മീൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് ഈസ് റെഗുലർ. സെക്കൻഡ് വേർഡ് ഈസ് ബെൻഡിങ് ആണ്. ബെൻഡിങ്. അപ്പോൾ ആ ബെൻഡിങ് എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായത് എന്ന് നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണർ ചോദിക്കുമ്പോൾ ഞാൻ ബെൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു സിംറ്റം ഉണ്ടായത്, ഈ ഒരു കണ്ടീഷൻ ഉണ്ടായത് എന്നായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് തേർഡ് വേർഡിലോട്ടേക്ക് കടക്കാം. യൂറിക് ആസിഡാണ്. യൂറിക് ആസിഡ്. അപ്പം മേ ബി അത് മിക്കവാറും യൂറിക് ആസിഡ് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് വെളിപ്പെടുത്തുന്ന സമയത്തായിരിക്കും ആ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ യൂറിക് ആസിഡ് ഈസ് ഹൈ എന്നുള്ളതായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി 90% അത് മെഡിക്കൽ പ്രാക്ടീഷണറുടെ പേഷ്യൻ്റ് ആരുമായിട്ടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് വന്ന ഒരു ആൻസർ ആയിരിക്കാം അത്. നമുക്ക് നാലാമത്തെ വേർഡിലോട്ടേക്ക് പോകാം. അത് സയാറ്റിക്ക എന്നാണ്. നമുക്കറിയാതൊരു കണ്ടീഷനാണ് സയാറ്റിക്ക. അപ്പം ആ ഒരു ക്വസ്റ്റ്യനാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവുക. അടുത്ത വേർഡ് നമുക്ക് ഫിഫ്ത്ത് വേർഡ് നമുക്ക് പരിചയപ്പെടാം. 3 months. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും നമ്മൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. 24 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഒരു മന്തിനെ അല്ലെങ്കിൽ ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു വേർഡാണ് 3 year എന്നോ അല്ലെങ്കിൽ 3 months എന്നോ. ഇയറിനെയും അല്ലെങ്കിൽ ചിലപ്പോൾ ഡേയ്സും പറയാറുണ്ട്. 10 days, 5 days അങ്ങനെയും പറയാറുണ്ട്. ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും, ഓക്കെ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾക്ക് എപ്പോഴും തോന്നിപ്പിക്കാൻ. പക്ഷേ അവരുടെ പ്രൊനൗൺസിയേഷൻ വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിരിക്കും. ആ 3 എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇതൊരു 3 ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. ഇനി മറ്റൊന്നും കൂടി അവർ പറയുന്നത്, ആദ്യം ചിലപ്പോൾ അവർ പറയും ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 months അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട്, അപ്പം ജസ്റ്റ് നമ്മുടെ ഓപ്പോസിറ്റുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ പേഷ്യൻ്റ് ആരോടായിട്ടാണോ സംസാരിക്കുന്നത് ആ ആൾ അപ്പോഴേക്കും ഇറ്റ്സ് 2 months ഒന്നുകൂടെ കൂടി ഉറപ്പിക്കും. അപ്പം നമ്മൾ എന്തോർക്കും, 2 months ഈസ് ദ ആൻസർ. അല്ല, പെട്ടെന്ന് തന്നെ അവർ പറയും നോ ഇറ്റ്സ് 3 months അങ്ങനെ അവർ പറയും. അപ്പോൾ അതിനർത്ഥം അവർ നോ പറഞ്ഞിട്ട് അടുത്ത ഒരു മന്ത്സ് അവർ പറഞ്ഞിട്ടുണ്ടാവും അവിടെ. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ്റെ ഡിഫറൻസും
നമ്മുടെ ഒരു ആ സമയത്ത് ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷനും എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടൊക്കെ എക്സാം എഴുതുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ആ സമയത്ത് ഒരു ടെൻഷനും എല്ലാം കൂടെ കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ ആ 2 കേട്ടിട്ടുണ്ടാവുള്ളൂ, 3 കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ലിസൺ ചെയ്യുക. ലിസണിങ് എബിലിറ്റി കൂട്ടുമ്പോഴാണ് നമുക്ക് എല്ലാ ആൻസേഴ്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. കോളൻ ക്യാൻസർ. ഇതാണ് നമ്മുടെ 6th വേർഡ്, കോളൻ ക്യാൻസർ. മേ ബി അതൊരു പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ആൻസർ ആകാം അത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇപ്പോഴുള്ള ഒരു ഇഷ്യൂ ആയിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 6th വേർഡ് ഈസ് കോളൻ ക്യാൻസർ. 7th വേർഡ് നമുക്ക് പഠിക്കാം, ഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫീറ്റും നമുക്കറിയാം എവിടെയാണ് അവർക്ക് പെയിൻ ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കാം ഫീറ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. മോസ്റ്റ് കോമൺലി കണ്ടിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഫീറ്റ്. പക്ഷേ എപ്പോഴും പിള്ളേർക്ക് തെറ്റുപറ്റുന്നത് ഫീറ്റിൻ്റെ സ്പെല്ലിംഗ് ആണ്. ഫീറ്റിൻ്റെ സ്പെല്ലിങ്ങിനകത്ത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇങ്ങനെയുള്ള നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡെയിലി നമ്മൾ കേൾക്കുന്ന വേർഡ്സ് ആയിരിക്കും മിക്കവാറും നമുക്ക് സ്പെല്ലിംഗ് നമുക്ക് എററായിട്ട് പോകുന്നത്. നെക്സ്റ്റ് വേർഡിലോട്ടേക്ക് നമുക്ക് പോകാം, റിയൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതും എന്നാൽ സ്പെല്ലിംഗ് എപ്പോഴും തെറ്റിപ്പോകുന്നതുമായിട്ടുള്ളൊരു വാക്കാണ് റിയൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ ബൈ ഹാർട്ട് ദി സ്പെല്ലിംഗ് ഫെമിലിയർ ആക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് വേർഡിലോട്ടേക്ക് പോകാം, കാൽസ്യം. ഇത് മേ ബി റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കാൽസ്യം ഇൻക്രീസ് ആണെന്ന് ചിലപ്പോൾ മെഡിക്കൽ പ്രാക്ടീഷണർ പറയുന്നതാകാം, അഥവാ പേഷ്യൻ്റ് തന്നെ അങ്ങോട്ടേക്ക് എനിക്ക് കാൽസ്യം കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറവുണ്ട്, ഞാൻ അതിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ആൻസറും ആകാം. എന്തായാലും കാൽസ്യം വളരെ കഴിഞ്ഞ ഈ വർഷം 2024 ചോദിച്ച വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണത്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് ലാസ്റ്റ് വേർഡാണ്, നമുക്ക് 10th വേർഡാണ്. അത് ടിംഗ്ലിംഗ് സെൻസേഷൻ. OET സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊക്കെ ഒത്തിരി നേരത്തെ പഠിച്ചു പോയ ആളാണ്. OETയുടെ ആ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ഒന്നാണ് ഒരു സെൻസേഷൻ. അവർക്കുണ്ടായ ഒരു സെൻസേഷൻ, മോസ്റ്റ്ലി ഒരു സെൻസേഷൻ 24 വേർഡ്സിലുണ്ടാവും. ഓക്കെ, സോ ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തേനകത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ടിംഗ്ലിംഗ് സെൻസേഷനാണ്. അപ്പോൾ അതുകൂടാതെ സെൻസേഷൻ ഒരുപാട് ഉണ്ട്, നമുക്കതറിയാം. അങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മൾ ലിസണിങ് കേൾക്കുന്ന സമയത്ത് ഫെമിലിയർ ആക്കി വെക്കുക. അപ്പോൾ ടിംഗ്ലിംഗ് സെൻസേഷനാണ് ഇത് അടുത്ത വാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു 10 വേർഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം എഴുതി വെക്കുക, സ്പെല്ലിംഗ് ബൈഹാർട്ട് ചെയ്യുക, നന്നായിട്ട് ഫെമിലിയർ ആക്കി വേർഡ്സ് വെക്കുക. ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടെ കൂടി നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊരു വാക്ക് ഫെമിലിയർ ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ എത്ര ഡിഫിക്കൽട്ടായിട്ട് അവർ പ്രൊനൗൺസ് ചെയ്താലും നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, അതിന് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വേർഡ്സ് ഫെമിലിയർ ആയിട്ട് വെക്കുക, പിന്നെ പ്രൊനൗൺസിയേഷൻ അതിനുശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാൽ മതി. ഒരു 99% പിള്ളേരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അഡ്വൈസാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, പ്രൊനൗൺസിയേഷൻ അവിടെ നിർത്തുക. ഫസ്റ്റ്ലി നമ്മൾ ലിസണിങ്ങിന് കോമൺലി ചോദിക്കുന്ന വേർഡ്സ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനുശേഷം നമ്മൾ പ്രൊനൗൺസിയേഷൻ നോക്കാനായിട്ട് പോവാം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് പ്രൊനൗൺസിയേഷൻ ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. അതിൻ്റെ കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾക്ക് ഒത്തിരി ജില്ലകളുണ്ട്, അതിൽ തന്നെ കൊച്ചു കൊച്ചു വില്ലേജസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റ് സെയിം ആണെങ്കിൽ പോലും വില്ലേജിൽ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള സ്ലാങ് അല്ല നമ്മൾ കണ്ണൂർ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? നമുക്ക് മലയാളം അത്രത്തോളം നമ്മുടെ മാതൃഭാഷയാണ്, നമ്മൾക്കത് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും വാക്കുകൾ നിങ്ങൾ ഫെമിലിയർ ആക്കി വെക്കുക. പ്രൊനൗൺസിയേഷൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാൽ പോലും നമ്മൾക്ക് വാക്കുകൾ പരിചയമുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് പറയുന്നത് എന്നുള്ള മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 10 വേർഡ്സും ഫെമിലിയർ ആക്കി വെക്കുക. അടുത്ത 10 വേർഡ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.